ഹായ്, നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ്. ഒരു ദിവസമായിട്ട് തണുപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ ഒന്ന് കുറച്ച് മുരിങ്ങയുടെ ഇല പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല പെയ്ത മഴയിൽ തണുപ്പ് കുറച്ചും കൂടി കൂടി. അപ്പോൾ ഒന്ന് കുറച്ച് മുരിങ്ങയില പൊട്ടിക്കാമെന്ന് നോക്കി വന്നപ്പോൾ ഇവിടെയൊക്കെ ഉണങ്ങി നിൽക്കും. ഉണങ്ങുക എന്ന് പറഞ്ഞാൽ തണുപ്പത്ത് ഇലകളൊക്കെ ഈ അവസ്ഥയിലാണ് ഉണ്ടാവുക. ഫ്രഷ്നെസ്സൊക്കെ പോയിരിക്കും. അപ്പോൾ കിട്ടിയ ഇല കുറച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങൾ മുരിങ്ങയില ദോശയാക്കാമെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇതേ മുരിങ്ങയുടെ ഇല നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നല്ലത് നോക്കി ഞങ്ങൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മരം നിറച്ച് മുരിങ്ങയുടെ ഇല ഇവിടെയും കുറേ ദിക്കിലുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഇതിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ളതിൽ നല്ലത് നോക്കി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതുകൊണ്ട് കുറച്ച് 2 ദിവസം വെക്കാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. മുരിങ്ങയുടെ ഇല പൊട്ടിക്കാൻ വന്നപ്പോൾ ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയോട് പരിചയപ്പെട്ട കൂടിയാണ് അവരുടെ അച്ഛനും അമ്മയുടെ താമസം. ഇവരിവിടെ എന്തോ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇവരുടെ കുറേ റിലേറ്റീവ്സ് ഇവിടെ താമസിക്കുന്നുണ്ട്. പേരെന്താ? റൂബി. റൂബി എന്നാണ് പേര്. അപ്പോൾ സ്കൂളിലൊന്നും പോകുന്നില്ല കുട്ടി. ഇവർ കുറേ വർക്കിനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവരൊക്കെയാണ് അവരുടെ ജീവിതം ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ വന്നു മാത്രം, എടുത്തെന്ന് മാത്രം. എടുത്തോളൂ. ഞാൻ ഖനപനാട്ട്. അച്ഛാ, ഇവിടെയാണ് ഇതാണ് അവരുടെ അടുപ്പ്. ഇവിടെയാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത്. तो बिजली के लिए क्या करते हो? अच्छा, यही खाना बनाते सारे खाना? हाँ, बस यही। अच्छा, നമ്മൾ പാർക്കുന്ന പൊട്ടിച്ച് മുരിങ്ങയുടെ എല്ലാം മുരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദോശ ഉണ്ടാക്കും. മുരിങ്ങയുടെ ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ടേ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ദോശയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മക്കളും എല്ലാം നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു വിഭവമാണ് മുരിങ്ങയുടെ ദോശ. പിന്നെ ഇത് ഇപ്പോൾ തണുപ്പ് കാലത്താവുകൊണ്ട് നമുക്ക് മാവ് പുളിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരച്ച ഉടനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്, ഒരു പ്ലസ് പോയിന്റും കൂടി ഉണ്ട്. നമ്മൾ ഈ തണുപ്പത്ത് ഈ മാവൊന്നും പുളിക്കാത്ത കാരണം ഞാൻ അങ്ങനത്തെ ദോശയൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ നമ്മൾ പരിപ്പും കുരുമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഈ മുരിങ്ങയില ഇട്ടിട്ട് അരയ്ക്കും. ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അത് നമ്മൾ കുട്ടിക്കാലത്ത് അമ്മ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തരുന്നത് കൊണ്ട് സ്വാദ് കൂടുതലിനോട് ഇഷ്ടം കൂടുതലാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്.